9.5 ബഡ്ജറ്റിൽ കുറച്ച് ലക്ഷറി കാറുകളുണ്ടെന്ന് പറഞ്ഞു. അത് ലക്ഷറി കാറുകൾ ഓപ്ഷൻ തന്നെയാണ്. അതിന്റെ കളർ വളരെ അട്രാക്റ്റീവ് ആണ് അല്ലേ? സൂപ്പറായിട്ട് എക്സോട്ടിക് കാറ്റഗറിയിലുള്ള ഒരു വണ്ടിയാണ് പോർഷെ. എന്റെ ഡ്രീം കാർ എന്ന് പറയുന്നത് പോർഷെ 911 ആണ്. പോർഷെ 911 എന്നല്ല, നമുക്കൊരു ബോക്സർ ടൈപ്പ് ആ ഒരു ടൈപ്പ് കാറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പോർഷയുടെ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇതിനകത്തൊരു പോർഷെ വരുന്നുണ്ട്, വൈറ്റ് കളർ പോർഷെ വരുന്നുണ്ട്. അപ്പൊ പോർഷെ ലവേഴ്സ് ആണെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടോ. പിന്നെ ഒരു കാര്യം, ഞാനെങ്ങാനും ഫ്യൂച്ചറിൽ ഒരു ഇത്ര പൊസിഷനിൽ എത്തുവാണ്, എന്റെ കയ്യിൽ ഇപ്പൊ ഒരു പോർഷെ 911 യൂസ്ഡ് 911 ഒരു 60 ലക്ഷം രൂപയാണെന്ന് വിചാരിക്കുക. എന്റെ കയ്യിൽ ഇപ്പൊ ഒരു 60 ലക്ഷം രൂപ ഉണ്ടെന്നാണെങ്കിൽ ഞാൻ ഒന്നും നോക്കൂല, നേരെ പോയി പോർഷെ എടുക്കും. ഇത് ഏതാകുമ്പോൾ 13 ലക്ഷം, ഒരു SUV 13 ലക്ഷം രൂപയ്ക്ക് കിട്ടുമെന്നുള്ളതാണ്. 11 ലാക്സ് ചോദിക്കാം. ഓ, ഇപ്പൊ കാണിച്ച ആ ഒരു ഓടിയുടെ കളർ കണ്ടോ? ക്യാൻഡി റെഡ് കളർ. വാവ്, സൂപ്പർ. സീരീസ് ആണ് വരുന്നത്. ലക്ഷറി ലൈൻ അല്ലേ? ഇത് ഓണർഷിപ്പ്. പിന്നെ എനിക്ക് മേഴ്സിഡസിനോടൊന്നും അത്ര വലിയ താല്പര്യമില്ല. മേഴ്സിഡസിനേക്കാളും ബെറ്റർ എന്ന് പറയുന്നത് എന്റെ ഒരു കാഴ്ചപ്പാടിൽ BMW ആണ്, ഡ്രൈവേഴ്സ് കാർ. എനിക്ക് സൈഡ് സീറ്റിൽ ഇരിക്കുന്നതിനേക്കാളും ഇഷ്ടം ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കാനാണ്. സോ ഡെഫിനറ്റ്ലി BMW. ഫസ്റ്റ് വീഡിയോയിൽ വരുന്നത് ഫസ്റ്റ് കാർ എന്ന് പറയുന്നത് BMW 3 സീരീസ് ആണ്. അപ്പൊ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് നോക്കാം. ഡൽഹി നമ്പർ ആണ്, 2012 ലാസ്റ്റ് ആണ്. ഈ മോഡൽ വരുന്ന 2012 ലാസ്റ്റ് ആണ്. BMW ഡ്രൈവർ കാർ ആണ് BMW എന്ന് പറയുന്നത്. 75,000 കിലോമീറ്റർ മാത്രമേ ഈ ഒരു വണ്ടി ഓടിയിട്ടുള്ളൂ കേട്ടോ. തുറപ്പില്ലേ? അപ്പൊ ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞേ ഇത് 9.5 കൊടുക്കും. 9.5 ലാക്ക്. ഓക്കെ, ഇപ്പൊ എനിക്കിപ്പോ ഒരു 9.5 ലാക്ക് ഇപ്പൊ എന്റെ കയ്യിലുണ്ടെന്നാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ പോയിട്ട് ആ BMW എടുത്തേനെ. ബിക്കോസ് ഐ ലവ് BMWs. 9.5 ലാക്ക് നമുക്കിപ്പോ നമ്മുടെ റോഡിലൂടെ ഓടുന്ന ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള ഒരാളാണെങ്കിൽ ഏകദേശം ഒരു 10 ലക്ഷം രൂപയുടെ കാർ നമുക്കറിയാം. ഇപ്പൊ ഒരു ആവറേജ് കാറിന്റെ പ്രൈസ് എന്നൊക്കെ പറയുന്നത് ഒരു 7 to 10 ലാക്കിന്റെ അടുത്തൊക്കെ നമുക്കൊരു ഇനീഷ്യൽ സ്റ്റേജ് തന്നെ നമുക്ക് ഓരോ കാറിന്റെ പ്രൈസ് വരുന്നുണ്ട്. സോ ഇപ്പൊ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ 9.5 ലാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കാർ എടുക്കാം, ഡ്രീം ഒക്കെ ഉള്ള ആളാണെങ്കിൽ. 9.5 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഈ ഒരു വണ്ടി കൊടുക്കാം. ഒരു 10 ലക്ഷം രൂപ താഴെ അല്ലേ? അത് ലക്ഷറി കാർ. പിന്നെ തൊട്ടടുത്ത് തന്നെ നമുക്ക് ഔഡി. അടുത്തത് ഓഡിയാണ്. ആ ഓഡിയുടെ കളർ നോക്കിയ ക്യാൻഡി റെഡ് കളർ. നമ്മളിപ്പോ ഈ ഒരു വീഡിയോയിൽ ഈ കാർസിന്റെ എഞ്ചിനെ പറ്റിയ കാര്യങ്ങളെ പറ്റി എനിക്കും വലിയ ഐഡിയ ഒന്നുമില്ല, പക്ഷെ എനിക്ക് കാർസ് ഇഷ്ടമാവും. അതിന്റെ കളർ ഇഷ്ടപ്പെടുന്നവർക്ക്, അതുപോലെ റെഡ് കളർ ഇഷ്ടപ്പെടുന്നവർക്ക് കാണാൻ ഭയങ്കര എലഗന്റ് ലുക്കുണ്ട്. ഞാൻ വന്നപ്പോൾ തന്നെ ആദ്യം കണ്ടുപോയ ഒരു വണ്ടിയാണത്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് 2015 ആണ്. Audi A3 S ലൈൻ ആണ്. അതിന്റെ കളർ വരുന്നത് ചെറിയ റെഡ് ആണ്. നമ്മുടെ പോളോയുടെ ഒക്കെ ആ റെഡ് കളർ, ആ ഒരു കളറിലാണ് വരുന്നത്. അതെ, ടോപ്പ് എൻഡ് ആണ്. നമുക്കൊരു സ്പോർട്സ് എഡീഷൻ എന്നൊക്കെ രീതിയിൽ വരുന്നൊരു കാറാണ് ഓഡിയുടെ ഈ S ലൈൻ എന്ന് പറയുന്നത്. കിലോമീറ്ററും കാര്യങ്ങളൊക്കെ ഇത് 2015 സിംഗിൾ ഓണർ 75,000 കിലോമീറ്റർ. ഇത് 75,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണറാണ്. 70,000 കിലോമീറ്റർ എന്നൊക്കെ പറയുമ്പോൾ സൂപ്പർ കാറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒന്നുമല്ല. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ നമ്മളിപ്പോ ഒരു യൂസ് കാർ എടുക്കുവാണെങ്കിൽ നമുക്ക് ഏകദേശം 1 ലക്ഷം ഒക്കെ ഓടിയ വണ്ടികളൊക്കെയാണ് കിട്ടുക. പ്രോപ്പർ കമ്പനി സർവീസ് താല്പര്യമുള്ളവർക്ക് പറ്റിയ ഒരു ഓപ്ഷനാണ്. അപ്പൊ വിലയെ കൂടെ പറഞ്ഞു കൊടുത്തത്, വിലയോടെ കിട്ടിയ എനിക്ക് അത്യാവശ്യം 11 ലാക്സ് ചോദിക്കാം. 11 ലാക്സ് ചോദിക്കാം. ഈ പറയുന്ന പ്രൈസ് 11 ലാക്സിനൊക്കെ നമുക്ക് ഈ വണ്ടി എടുക്കുന്നത് എന്റെ അഭിപ്രായത്തിൽ അടിപൊളിയാണ്. ഞാനൊക്കെ ആണെങ്കിൽ ക്യാഷ് ഉണ്ടെന്നായിരുന്നെങ്കിൽ ഞാൻ പോയി എടുത്തേനെ വണ്ടി. എന്നാലും 10 ലക്ഷം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ പോയി എടുക്കുന്നില്ല. അടുത്ത ഏത് വണ്ടി നമുക്ക് പറയാനുള്ളത്? നമുക്ക് C250. ഇത് C250 ആണ്, 220 അല്ല. 250 ആണല്ലേ? ഓക്കെ, ഇതൊരു എക്സോട്ടിക് ലൈനിലേക്ക് പോകാം അല്ലേ? നമ്മൾ ആ ഒരു കാറിന്റെ വീഡിയോ സ്കിപ്പ് അടിച്ച് വലിയൊരു താല്പര്യമുള്ള വണ്ടിയല്ല. അതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓഫീസിലോട്ടൊക്കെ പോകാൻ ഉപയോഗിക്കുന്ന വണ്ടിയാണ്. സോ നമ്മള് ഡെഫിനറ്റ്ലി നമ്മുടെ ഏജ് നമ്മുടെ ഇൻട്രസ്റ്റ് ഒക്കെ വെച്ചിട്ട് ആ ഒരു വണ്ടി നമ്മൾ സ്കിപ്പ് ചെയ്തു. നമുക്ക് അടുത്ത വീഡിയോ അടുത്തത് SLK 200 ആണ്. എന്റെ അഭിപ്രായത്തിൽ ഇതൊരു ഗേ വണ്ടിയാണ്. കാരണം നമുക്ക് എറണാകുളത്തൊക്കെ പോയി കഴിഞ്ഞാൽ ആന്റിമാരൊക്കെ ഈ വണ്ടി ഓടിച്ചിറക്കുന്ന നമുക്ക് കാണാം. ഒരു സുഖമില്ലാത്ത വണ്ടിയാണ്. 2 സീറ്റർ എങ്ങാണ്ടാണ് വണ്ടി. ഇത് 25 ലക്ഷം. 25 ലക്ഷം രൂപയ്ക്ക് ഇല്ല, 25 ലക്ഷത്തിനൊന്നും ആ ഒരു വണ്ടി ഇല്ല. 25 ലക്ഷം കൊടുത്തിട്ട് നമ്മൾ എടുക്കുവാണെങ്കിൽ നമുക്ക് വേറെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. എന്റെ അഭിപ്രായത്തിൽ 25 കൊടുത്തെടുക്കാനില്ല. ഇത് 25 ലക്ഷം രൂപ അല്ല പറയുന്നില്ല. ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു വണ്ടി ചിലപ്പോൾ കിട്ടൂല. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഒന്ന് ഒറിജിനൽ കേരള വണ്ടിയാണ്. ഇത് കേരള വണ്ടി, ഒറിജിനൽ കേരള വണ്ടി. ഓക്കെ, പ്യുവർ കമ്പനി സർവീസ്.
ഓക്കെ. അത് ഇന്ത്യയിൽ കണ്ടാൽ മനസ്സിലാവും. 25,000 കിലോമീറ്റർ 22,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ വണ്ടി. 22,000 ഇങ്ങനത്തെ വണ്ടികൾ കുറച്ച് ലിമിറ്റഡ് ആയിരിക്കും എപ്പോഴും കിലോമീറ്റർ ഓടുന്നത്. അതല്ല ഈ കിലോമീറ്റർ ആ വണ്ടിയൊന്നും മേടിച്ചുകൊണ്ടേ ഇട്ടാൾ ഉപയോഗിച്ചിട്ട് പോലും ഇല്ലാന്ന് തോന്നുന്നു. 22,000 കിലോമീറ്റർ ഒക്കെ ഓടിയിട്ടുണ്ട്. ഇതിന്റെ ഇന്റീരിയറും എക്സ്റ്റീരിയറും കണ്ട ക്വാളിറ്റി കണ്ടാൽ മനസ്സിലാവും ഇതിന്റെ ഒരു എന്താണ് ഒരു സംഭവം തന്നെയാണ് അല്ലേ? എല്ലാവരും ശ്രദ്ധിക്കും. ഒരു നോട്ടീസബിൾ ആയിട്ടുള്ള വണ്ടിയൊക്കെ താല്പര്യമുള്ളവർക്ക് പറ്റുന്ന ഒരു ഓപ്ഷൻ. ലേഡീസിനൊക്കെ ആണെങ്കിൽ അടിപൊളിയായിരിക്കും. 200 SLK 200 ആണ്. ഇതിന്റെ മൈലേജ് ഒന്നും ചോദിക്കുന്നില്ല. മൈലേജ് ചോദിക്കേണ്ട കാര്യമില്ല വണ്ടി. അവിടെ എന്ത് ക്ലീശ ചോദ്യമാണ്. ഈ സൂപ്പർ കാസിന്റെ ഇതിനൊക്കെ പോയിട്ട് അവിടെ പോയിട്ട് ഇതിന്റെ മൈലേജ് എത്രയാണ്? അതിലൊന്നും ഒരു കാര്യമില്ല. പൈസ ഉള്ളതല്ല വണ്ടി എടുക്കുന്നു. പുള്ളിക്കാരൻ എന്ത് മൈലേജ് നോക്കാൻ. അതൊക്കെ ഈ LCയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലട്ടെ. എന്തോ ഒരു ഭയങ്കര സംഭവം തന്നെയാണ്. കാരണം വണ്ടി ആ രീതിയിലായി മാറിയില്ലേ? എടാ ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് ഭയങ്കര ഓവർ പ്രൈസ് ആയിട്ടുള്ള വണ്ടി. അതിന്റെ പ്രൈസ് ചോദിക്കും അവർ പറയുന്നത്. എനിക്ക് ഏറ്റവും കുറഞ്ഞ സ്പെക്ക് എന്ന് വെച്ചാൽ എഞ്ചിൻ സ്പെക്ക് അല്ല, ഈ ഫീച്ചേഴ്സിൽ ഏറ്റവും കൂടിയ പ്രൈസിൽ ആൾക്കാർക്ക് താല്പര്യമുള്ള വണ്ടിയാണ്. എത്ര ഫീച്ചേഴ്സ് കുറച്ചാലും ആൾക്കാർ എടുക്കും. ആ ഒരു രീതിയാണ് LCയുടെ. ഇന്റർനാഷണൽ ലെവലിൽ തന്നെ ഭയങ്കര അക്സെപ്റ്റൻസ് ആണ്, ഭയങ്കര കേപ്പബിലിറ്റി ആണ്. ഗ്യാങ്സ്റ്റേഴ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ വണ്ടി ബ്ലാക്ക് ഒക്കെ ആക്കിയിട്ട് കുറെ ക്യാഷ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ബോഡി ഗാർഡ്സിന് വരാൻ വേണ്ടി എന്തും ചെയ്യാം. നമുക്ക് വണ്ടി പ്രാന്തന്മാർക്ക് പറ്റിയ വണ്ടിയാണ് അല്ലേ? കാശുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വണ്ടി എടുക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ ഈ വണ്ടി ഡീറ്റെയിൽസ് എങ്ങനെയാണ് വരുന്നത്? ഇത് 2023 ആണ്. ഇത് ഒറിജിനൽ കേരള വണ്ടിയാണ്. ഓക്കെ. നമ്മൾ ആദ്യം ഈ ഷേപ്പ് ഇറങ്ങിയ വണ്ടിയാണ്. എങ്ങനെയാണ്? 275 ആണ്. 2,75,00,000 രൂപ. നമുക്ക് ആ പൈസ ഒക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു ഡിഫൻഡർ എന്നൊക്കെ പറയുന്ന ഒരു അടിപൊളി ഓപ്ഷനാണ്. നമുക്ക് ഈ വണ്ടി എടുക്കേണ്ട. ഒബിയസ്ലി ടൊയോട്ടയാണ്, അടിപൊളിയാണ്. എന്നാലും ടൊയോട്ടയും ലാൻഡ് റോവറൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്കറിയത്തില്ല. നമുക്ക് ഗ്ലാൻസ ബലേനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഗ്ലാൻസ എന്ന് പറയുന്നത് ഇവിടെയാണെങ്കിൽ ബലേന ഇവിടെയാണ്. രണ്ടും നമുക്ക് രണ്ട് എക്സോട്ടിക് വണ്ടികളാണ് ഏറ്റവും ഫ്രണ്ടിലല്ലേ. എന്റെ മോനെ എനിക്ക് ഈ വീഡിയോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു വണ്ടിയാണ് ജാഗ്വാർ. നോക്കി എന്റെ കളർ നോക്കി. ബ്രാൻഡ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വണ്ടി ഇല്ലേ? വളരെ വണ്ടിയെ സ്നേഹിക്കുന്ന ഒരു വണ്ടി, ലക്ഷറിയും അതുപോലെ ഒരു എന്താണ് ഒരു എക്സോട്ടിക് ഡ്രൈവ് ഒക്കെ താല്പര്യമുള്ളവർക്ക് പറ്റിയ ഒരു വാഹനമാണ് ഈ കിടക്കുന്നത്. F ടൈപ്പ് അല്ലേ? ഇത് ജാഗ്വാറിന്റെ F ടൈപ്പ് ജാഗ്വാർ S ടൈപ്പ് S. എനിക്ക് അറിയത്തില്ല ഈ വണ്ടിനെ പറ്റി, പക്ഷെ കാണാൻ സൂപ്പർ ചാർജർ ആണ്. ഓക്കെ. ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് 18 ആണ്. 2018 ആണ്. ഓക്കെ. സെക്കൻഡ് ഓണർ ആണ്. ഓക്കെ. 13,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വണ്ടി സെക്കൻഡ് ഓണർ ആണ്. എന്നിട്ട് ആലോചിക്കണം, ആകെ 13,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 13,000 കിലോമീറ്റർ എന്ന് പറയുമ്പോ ഞങ്ങൾ വണ്ടിന്റെ എഞ്ചിൻ ഉണ്ടാക്കിയപ്പോൾ അതുപോലെ അതിനൊന്നൊരു ടിയോറ ബിയറോ ഒന്നും വന്നിട്ട് പോലും ഉണ്ടാവില്ല. ഈ ഒരു കാറ്റഗറി എപ്പോഴും കിലോമീറ്റർ കുറവായിരിക്കും. കാരണം ഇപ്പൊ ഡെയിലി യൂസ് വെഹിക്കിൾ അല്ല, നമുക്കൊരു സ്പെഷ്യൽ ഡ്രൈവ് അങ്ങനെയൊക്കെയുള്ള കാര്യം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഡ്രൈവ് അല്ലേ, അങ്ങനെയൊക്കെയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ഒക്കേഷണൽ ഡ്രൈവ് അങ്ങനെ. പിന്നെ ചില ആൾക്കാർ ഇപ്പം ഒരു ട്രെൻഡായി വരുന്നുണ്ട്. ഇപ്പൊ ബാംഗ്ലൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വണ്ടി ട്രക്കിൽ കൊണ്ടുപോയിട്ട് അവിടെ കുറച്ച് ഓടിക്കാനായിട്ട് അതൊന്ന് എൻജോയ് ചെയ്യുന്ന ഒരു ട്രെൻഡ്. അതെന്തോ സംഭവം? ഇവിടുന്ന് ട്രക്കിൽ ബാംഗ്ലൂർ വരെ കൊണ്ടുപോയിട്ട് അവിടുന്ന് ഓടിക്കേണ്ട ആവശ്യം എന്താ? ഇവിടുന്ന് ഓടിച്ചിട്ട് പൊക്കൂടെ? അത് സംഭവം എന്ത് കമ്മ്യൂണിറ്റി അത്? നല്ല രീതിയിൽ വരുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ അതിന്റെ ഭാഗമാണ്. അപ്പൊ ആ രീതിയിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു കിടിലൻ ഓപ്ഷൻ തന്നെയാണ്. അതിന്റെ കളർ ഞാൻ അതിന്റെ ഭാഗമല്ല, കാരണം എന്റെ സൂപ്പർ കാർ ഇല്ല. വളരെ അട്രാക്റ്റീവ് ആണ് അല്ലേ? സൂപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു കളർ, ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കളർ. ബാക്കി ഡീറ്റെയിൽസ് എങ്ങനെയായിരുന്നേ? ഇത് കമ്പനി മെയിൻറ്റൈൻഡ് ആണ്. കമ്പനിയിൽ മാത്രമേ സർവീസ് ചെയ്തിട്ടുള്ളൂ. ഇത് V6 എഞ്ചിനാണ് വരുന്നത് ഇതിനകത്ത്. ഇപ്പൊ നമുക്ക് പ്രൈസ് ഒരു 80 lakhs ആണ് നമ്മൾ ചോദിക്കുന്നത്. 80 ലക്ഷം രൂപയാണ് ഇതിന്റെ ഒരു ആസ്കിംഗ് പ്രൈസ്. 2017 വണ്ടി അല്ലേ? 20 ലക്ഷം രൂപയാണ്. സൂപ്പർ ഉണ്ട്, കാണാൻ കൊള്ളാം. എനിക്ക് ജാഗ്വാർ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പത്തെ ഗേ ജാഗ്വാർ അല്ല, പണ്ടത്തെ ജാഗ്വാർ. ഇപ്പത്തെ ജാഗ്വാർ ഗേ തീർന്നു, ജാഗ്വാറൊക്കെ തീർന്നു. 2018 സെക്കൻഡ് ഓണർ വണ്ടിയാണ് ഈ കിടക്കുന്നത്. കിലോമീറ്റർ 13,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. വളരെ ലോ കിലോമീറ്റർ ആണ്. ഇപ്പോൾ പ്രൈസ് നെഗോഷ്യബിൾ ആണ്. താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത നമ്മുടെ പോർഷെ അല്ലേ? ഇപ്പോൾ കൂടുതൽ ആൾക്കാർ നമ്മുടെ കേരളത്തിൽ അടുത്തതാണ് മോനെ വണ്ടി പോർഷയിലോട്ടൊക്കെ വരുന്നുണ്ട്. ഇത് 911. എന്റെ ഡ്രീം കാർ എന്ന് പറയുന്നത് GT RS3 ആണ്, അല്ലെങ്കിൽ 911 ആണ് എന്റെ ഒരു ഡ്രീം കാർ എന്ന് പറയുന്നത്. പക്ഷെ പോർഷന്റെ വണ്ടിയൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ഇതൊക്കെ ഏകദേശം സിമിലർ ലുക്കാണ്. ബോക്സർ ഇപ്പോ ഈ കാണിക്കാൻ പോകുന്ന കെയ്മൻ, ആൾക്കാർ നമ്മുടെ കേരളത്തിൽ എടുക്കുന്ന 911 ഇതൊക്കെ ഒരേപോലെയാണ് കാണാൻ. ഒരു എക്സോട്ടിക് കാറ്റഗറിയിലുള്ള ഒരു വണ്ടിയാണ് പോർഷെ. ഇത് ഏതാ മോഡൽ? ഇത് 2014 ആണ്. കെയ്മൻ S. നോർമൽ കെയ്മൻ അല്ല,
7 മൈൻഡഡ് അല്ല, Cayman S ആണ്. ആണ് വരുന്നത് അല്ലേ? നോർമൽ 2 ലിറ്റർ ആണല്ലോ വരുന്നത്. ഓക്കെ. ഇത് ഫ്ലാറ്റ് 6 എഞ്ചിനാണ് വരുന്നത് ഇതിനകത്ത്. ഓക്കെ ഓക്കെ. അപ്പോൾ കുറച്ചുകൂടെ പെർഫോമൻസ് കാരണം പെർഫോമൻസ് ബേസ് ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ഓക്കെ. ഇത് രജിസ്ട്രേഷൻ എവിടെയാ? ഇത് ഗുജറാത്ത് രജിസ്ട്രേഷൻ ആണ്. വണ്ടി സെക്കൻഡ് ഓണർ ആണ്. ഇത് 16,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഫുൾ കമ്പനി മെയിൻറ്റൈൻഡ് ആണ്. ആലോചിക്ക് 16,000 കിലോമീറ്റർ ഓടിയ വണ്ടി. നമുക്ക് ഈ ഒരു വണ്ടി എനിക്ക് തോന്നുന്നത് ഏകദേശം 1 crore മുകളിലുണ്ടാവും. അപ്പൊ നമുക്ക് ഇതിന്റെ പ്രൈസ് എത്രയാ പറയുന്നത് നോക്കാം. ഇങ്ങനത്തെ എക്സോട്ടിക് കാറ്റഗറി എപ്പോഴും ആ ഒരു രീതി ആയിരിക്കും. കാരണം അല്ലെങ്കിൽ ഇതിന്റെ റീസെയിൽ ചെയ്യുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുകൾ പുറത്തങ്ങനെ ചെയ്യാനും വളരെ ചെയ്യുന്നവരുണ്ട്. എന്നാലും ബുദ്ധിമുട്ടായിരിക്കില്ല. അതിന്റെ ടെക്നീഷ്യനൊക്കെ എന്താ കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ടല്ലേ? ഓക്കെ. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ്, പ്രൈസ് ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെ വരുന്നത്? നമുക്കൊരു 72 ലക്ഷം കൊടുക്കാം. ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. എന്റെ ഇല്ലാത്തോണ്ട് എടുക്കുന്നു. ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. സെക്കൻഡ് ഓണർ. കിലോമീറ്റർ 16,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ കേട്ടോ. 16,000 കിലോമീറ്റർ ആലോചിച്ച് നോക്കിയേ.